എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജനുവരി 2025 ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Magician, starting with Magician energy ആണ്. Knight of Cups energy. അതേപോലെ തന്നെ 3 of Swords, 10 of Cups, Magician and 10 of Cups energy, beautiful energy. അതേപോലെ Hanged Woman energy. Okay. 2 of Cups energy. Okay. ഇനി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം തുടങ്ങുന്നത് വളരെ സംതൃപ്തിയോട് കൂടിയിട്ടുള്ള ഒരു സമയമാണ്. ആദ്യം തന്നെ മെജീഷ്യൻ ആൻഡ് 10 of Cups എനർജിയാണ്. ഒത്തിരി ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാലങ്ങളായിട്ട് നിങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു മാസം. പൊതുവെ പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങുന്നത് തന്നെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാനിഫെസ്റ്റേഷനോട് കൂടിയിട്ടാണ്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസം 1-ാം തീയതി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. 1-ാം തീയതി തന്നെ നിങ്ങൾക്ക് വലിയൊരു ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. മാനിഫെസ്റ്റേഷനാണ്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചത് എന്തോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം. ക്രിയേഷനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു മാജിക് പുറത്തേക്ക് വരികയാണ്. നിങ്ങളുടെ പോസിറ്റിവിറ്റിയിൽ നിങ്ങൾ കൂടുതൽ ഊന്നി നിൽക്കുന്നുണ്ട്. നിങ്ങൾ പൊതുവേ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മാസത്തിൻ്റെ തുടക്കത്തിലൊക്കെ വളരെയധികം പോസിറ്റീവായിരിക്കും. വളരെയധികം വിൽ പവറോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സണൽ പവർ എന്താണ്, പൊതുവേ നിങ്ങൾ കുറച്ച് കോൺഫിഡൻസ് കുറഞ്ഞ ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ പുതിയ അർത്ഥതലങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്നു. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഈ അവസരങ്ങളൊക്കെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവിൽ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നു. മാത്രമല്ല നിങ്ങൾക്ക് നല്ല വിൽ പവർ, നിങ്ങളുടെ പേഴ്സണൽ പവറിലേക്ക് നിങ്ങൾ കയറുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതോടൊപ്പം അവസരങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്, ചിന്താഗതി മാറുകയൊക്കെ ചെയ്യുമ്പോൾ ഈ അവസരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ്, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. വളരെയധികം ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിലെ ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ ജോലി മാറ്റം, പുതിയ കമ്പനിയിലേക്ക്, വലിയ പൊസിഷനിലേക്ക്, ഹയർ പൊസിഷനിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പൊസിഷനിലേക്കൊക്കെ നിങ്ങൾ കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ പറയുകയാണെങ്കിൽ 10 of Cups എനർജിയാണ്. കുടുംബത്തിൽ ഒത്തിരി സന്തോഷം നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സന്തോഷം, ജോലിയിൽ വലിയ ഉയർച്ച കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിയിൽ വലിയൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ തന്നെ ഫാമിലിയിൽ എല്ലാവരും ആ ഒരു സന്തോഷവും കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവെ സന്തോഷവും കാണിക്കുന്നുണ്ട്. 10 of Cups എനർജി എന്ന് പറയുമ്പോൾ ഒത്തിരി കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ജീവിതത്തിൽ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഫാമിലിയിൽ നല്ല അന്തരീക്ഷം, പൊതുവെ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെയുള്ള കുടുംബത്തിലാണെങ്കിൽ ഒത്തിരി സന്തോഷം, ഒരു റൊമാൻസ്, സോൾമേറ്റ് കണക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബന്ധങ്ങളിൽ ഊഷ്മളത, ഫാമിലിയാണ് മെയിനായിട്ട് ഈ ഒരു മാസം. ഫാമിലി, അതോടൊപ്പം തന്നെ കരിയറും ഒരുപോലെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്ന സാഹചര്യം, പുതിയ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്ന സാഹചര്യം, ഒരു ഹാപ്പി ഫാമിലി എന്നുള്ളൊരു സന്തോഷം കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന, പലരും മുത്തശ്ശി കഥകളിൽ അല്ലെങ്കിൽ നമ്മൾ ഫെയറി ടെയിൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു സ്വപ്നം ജീവിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ഒരു സാഹചര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ ഫാമിലി, വീട്, കാറ്, അല്ലെങ്കിൽ നല്ല ജോലി, നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ, ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിൽ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും. അതേപോലെ സന്തോഷിക്കാൻ നിങ്ങൾ തുടങ്ങുകയാണ്. സന്തോഷിക്കാൻ മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്നുള്ളതിന് വെയിറ്റ് ചെയ്യുന്നില്ല, മറിച്ച് നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ സ്വയം ജീവിതം ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ, സന്തോഷിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും സന്തോഷിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം മാറ്റിവെക്കും
വെക്കാതെ നിങ്ങൾ സന്തോഷിച്ച് തുടങ്ങുമ്പോൾ മറ്റുള്ളവരും സന്തോഷിക്കുന്നു. മൊത്തത്തിലൊരു ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ഒരു സംതൃപ്തി ഒരു മാസം പ്രത്യേകിച്ച് തുടങ്ങുമ്പോൾ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജി ആൻഡ് ഹാങ്ഡ് വുമൺ എനർജിയാണ് ഇവിടെ പറയുകയാണെങ്കിൽ. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് നൈറ്റ് ഓഫ് കപ്സ് എനർജി. സോ ഈ ഒരു എനർജി, നൈറ്റ് ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ പ്രണയമാണ് കൂടുതലായിട്ട് കാണും. ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ഉണ്ട്. വിവാഹം നടക്കാത്തവരാണെങ്കിൽ വിവാഹത്തിനുള്ള സാധ്യത, പ്രണയ അഭ്യർത്ഥനകൾ വരുന്ന സാധ്യത, പുതിയ പുതിയ ബന്ധങ്ങൾ വരുന്നുണ്ട്, പുതിയ സൗഹൃദങ്ങളാവാം, പുതിയ കണക്ഷൻസ് ആവാം. അത് ഏത് തരത്തിലാവാം, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ആവാം, വിവാഹിതരായിട്ടുള്ളതാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആവാം. കൂടുതലായിട്ട് ആഘോഷങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ ഒരു വലിയ ആഘോഷം ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഷാമ്പിയൻ അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലത്തെ ഒരു രീതി അനുസരിച്ച് ഒരു സദ്യയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടി, ആ ഒരു വലിയൊരു പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ആഘോഷം എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യം എന്ന് പറയാം. തീരെ പ്രതീക്ഷിക്കാത്ത, അൺറിയലിസ്റ്റിക് ആയിട്ട് ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം. നിങ്ങൾ ഒത്തിരി സംഗീതം, ആർട്ട്, മ്യൂസിക് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവർ അതിൽ കൂടുതൽ സാഹചര്യം അതിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. പുതിയ ഹോബീസൊക്കെ തുടങ്ങുന്നുണ്ട്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസി, അതായത് കഥാ, കവിത, സംഗീതം അങ്ങനെയുള്ള കാര്യങ്ങൾ, നൃത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർ അതിലേക്ക് കൂടുതൽ പോകുന്നുണ്ട്. ജോലിയിൽ നിന്ന് മാറി അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകുന്നവരാവാം അതിൽ കഴിവുള്ളവരും. കാരണം ഇവിടെ ഒരു ഹാങ്ഡ് വുമൺ എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു ഹാങ്ഡ് വുമൺ എനർജി എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റക്ക് എനർജി എന്നുള്ള രീതിയിലല്ല ഇവിടെ കാണിക്കുന്ന. കാരണം ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവെ ഇതൊരു ഫെമിനൈൻ എനർജിയാണ്. ഇവിടെ ഹാങ്ഡ് മാൻ എനർജി അല്ല, ഹാങ്ഡ് വുമൺ എനർജിയാണ്. ഇത്രയേ ഉള്ളൂ ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിക്ക് ഇതുവരെ നിങ്ങളാണെങ്കിൽ നമ്മൾ പറയുമല്ലോ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ചു. ഇപ്പോൾ നിങ്ങൾ ഒഴുക്കിനൊത്ത് നീന്താൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒഴുക്കിനൊത്ത് നീന്തുമ്പോൾ എല്ലായ്പ്പോഴും അത് നെഗറ്റീവ് അല്ല. ഒഴുക്കിനൊത്ത് നീന്തിയാൽ ആ ഒരു പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ആ മുകളിലുള്ള ആൾ അല്ലെങ്കിൽ ദൈവം എന്താണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിരിക്കുന്നത് അത് നല്ല കാര്യമാണ്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിനാണ് എന്നുള്ളൊരു ചിന്തയിലേക്കാണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കോസ്മോസിനെ, പ്രപഞ്ചശക്തിക്ക് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത് നിങ്ങൾ ഒന്നിൻ്റെയും പുറകെ ഓടുന്നില്ല. നിങ്ങൾ സ്റ്റക്കല്ല, പക്ഷെ നിങ്ങൾ ഒന്നിൻ്റെയും പുറകെ ഓടി അത് നേടാൻ വേണ്ടിയിട്ട്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓവറായിട്ട് ഒന്നിൻ്റെയും പുറകെ ഓടുന്നില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പോസ് എടുക്കുക, നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവുകയാണ്. എന്താണ് വരുന്നത് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പുതിയ ജ്ഞാനം ലൈഫിൽ നേടുന്നുണ്ട്. ജീവിതം തന്നെ റീഅലൈൻ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ജീവിതം, നിങ്ങളുടെ നിയോഗം, നിങ്ങളുടെ ചിന്തകൾ ഇതെല്ലാം മാറി മറിയുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ആ പ്രപഞ്ചശക്തിക്ക് കീഴടക്കുമ്പോൾ ഒരു സീക്രറ്റ്, ഒരു ഡിവൈൻ, ഒരു പവിത്രമായിട്ടുള്ളൊരു ദൈവികമായിട്ടുള്ളൊരു അനുഭൂതി നിങ്ങൾക്ക് വരികയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലൊരു സന്തോഷം, നിങ്ങളുടെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നു. അത് നല്ലതിനേക്കാണ് എന്നുള്ളൊരു തിരിച്ചറിവും. കാരണം ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ 3 ഓഫ് സോർഡ്സ് ആൻഡ് 2 ഓഫ് കപ്സ് എനർജിയാണ്. തീർച്ചയായിട്ടും പ്രണയ നൈരാശ്യവും എന്ന് വേണമെങ്കിൽ പറയാം. അല്ല എങ്കിൽ സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള ഒരു കരകയറ്റമാണ്. കാരണം 3 ഓഫ് സോർഡ്സ് എനർജിയിലായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് നിങ്ങളെ ഒന്നുകിൽ പ്രണയ നൈരാശ്യം കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചതിക്കുകയോ പറ്റിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സങ്കടകരമായിട്ടുള്ളൊരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവും, വിവാഹമോചനം കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടിരിക്കാം. ഇതിനെയൊക്കെ ഇത് ജീവിതത്തിൻ്റെ നിങ്ങളുടെ ഗോളൊന്നും അതായിരുന്നില്ല, അതല്ലായിരുന്നു നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹീൽ ചെയ്യുക, നിങ്ങൾ സുഖപ്പെടേണ്ട സമയമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വലിയൊരു ഇൻസ്പിറേഷനാണത് നൽകുന്നത്. ആ ഒരു ചിന്ത, അതായത് നിങ്ങൾ എന്തിനേയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുകയാണ്. കാരണം 3 ഓഫ് സോർഡ്സ് എനർജി കഴിഞ്ഞു പോയൊരു കാര്യമാണ്. 2 ഓഫ് കപ്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിടത്ത് തോറ്റു എന്ന് കരുതിയാൽ ഇനി ശ്രമിക്കില്ല എന്നുള്ളതല്ല. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് മനസ്സിലാക്കി വീണ്ടും ശ്രമിക്കുകയാണ്. അത് ജോലി സംബന്ധമായിട്ടായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസ സംബന്ധമായിക്കൊള്ളട്ടെ, അത് ബന്ധങ്ങളിലായിക്കൊള്ളട്ടെ, ഏതിലും നിങ്ങൾ വീണ്ടും ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല
അത് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷമാണ്. അത് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം. 2 ഓഫ് കപ്സ് എനർജി ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്ന 2 ആളുകൾ, ആ ഒരു എനർജി. അപ്പോൾ നിങ്ങൾ ചിലപ്പം ഒരു പ്രണയത്തിലേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നേടും, അതിൻ്റെ ഒരു സന്തോഷമാണ്. ആ ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൗഹൃദങ്ങളും സന്തോഷം കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം തരുന്ന നിമിഷങ്ങൾ ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തിടെയായിട്ട് ബന്ധങ്ങളിൽ നിന്ന് നല്ലതൊന്നും ലഭിച്ചിട്ടില്ലാത്തവർക്കാണെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ തന്നെ എന്തും നിങ്ങൾക്ക് നേടാൻ കഴിവുള്ള ഒരു മാസമാണ്. അപ്പോൾ അതിന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്സ് ഒക്കെ മാറുകയാണ്. അത് ഇമോഷണൽ ബ്ലോക്സ് ആണെങ്കിലും ഫിനാൻഷ്യൽ ബ്ലോക്സ് ആണെങ്കിലും മറ്റു തരത്തിലുള്ള ബ്ലോക്സ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവായി. ഇനി ജീവിതത്തിൽ ബാധ്യതകളൊന്നുമില്ല. സാമ്പത്തികമാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഒക്കെ എല്ലാ ബ്ലോക്കും മാറി പുതുവർഷം തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാജിക്കോട് കൂടിയിട്ടാണ് പുതുവർഷം തുടങ്ങുന്നത്. നിങ്ങൾ ഇനിയിപ്പോൾ ആ ഒരു പ്രപഞ്ചശക്തിക്ക് കീഴടങ്ങി നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് മാറി പോസിറ്റിവിറ്റിയിലേക്ക് മാറും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.